അമൂല്യ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകളും അതുപോലെ അനുഗ്രഹിക്കപ്പെട്ട സംഗീതത്തിനും കർത്താവിൻ്റെ നാമസ്ഥലം കേൾപ്പിച്ചു. നന്ദിയോടെ സ്തോത്രം ചെയ്യാം. തുടർന്ന് സാക്ഷികൾ ഒന്നിനോടൊന്ന് മെച്ചമായിരുന്നു നിങ്ങൾക്ക് സ്തോത്രം. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ എല്ലാവർക്കും സാക്ഷി പറയുവാൻ ദൈവം സഹായിച്ചു സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. മാതാവിനെ പോകാറുണ്ട്, മാതാവിനെ കാണാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ NC സഹോദരി മാതാവിൻ്റെ സഹോദരിയാണ്. സ്തോത്രം നേടി കഴിഞ്ഞപ്പോഴും കുടുംബമാണ്. വളരെ സ്നേഹബന്ധത്തിലിരിക്കുന്ന ഒരു കുടുംബമാണ്. സമയങ്ങളിൽ അവർ പോയി പ്രാർത്ഥിക്കുവാനായി അവസരം നൽകിയിട്ടുണ്ട്. ഇന്ന് മക്കൾ നമ്മുടെ മുമ്പിലിരിക്കുന്നു. ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ കാര്യങ്ങളെ നേരത്തെ ദൈവത്തെ സ്തുതിച്ചാൽ സ്തോത്രം ചെയ്യാം. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തെ അനുഗ്രഹിക്കണം. എല്ലാവരെയും സ്തോത്രം. അതുപോലെ വിളിക്കും സന്ധിക്ക് കടന്നു ദൈവം സഹായിച്ചു. നന്ദിയോടെ സ്തോത്രം. ആ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. രാഷ്ട്രീയമൊക്കെ ദൈവം സഹായിക്കേണ്ടതാണ്. ആരെങ്കിലും സ്തോത്രം. അവർ കടന്നു വന്ന എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിച്ച് മാത്രമേ സഹായിച്ചത് സ്തോത്രം ചെയ്യാം. അതായത് എല്ലാവരും പോലെ സഹായിക്കുകയും ചെയ്യുവാനാകട്ടെ. സ്തോത്രം ഇവിടെ സാക്ഷി പറഞ്ഞപ്പോൾ പറഞ്ഞു, നമ്മിൽ പലരും പലവിധമായ ക്ഷീണങ്ങളിലും രോഗങ്ങളുടെ ഭാരങ്ങളൊക്കെ ഇരിക്കുന്നവരുണ്ട് എന്ന് കേൾക്കുവാനായിട്ടാവും. സ്തോത്രം. ഒരു വാക്യം നമുക്ക് വായിക്കാം. 54 സംഗീതത്തിലെ നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകും, എന്നാൽ യഹോവ അതൊക്കെയും വിടുവിക്കും. അതിന്റെ താഴെയുള്ള വാക്യം എന്താണെന്നറിയാം? അനർത്ഥം ദുഷ്ടന് ഒരു നീതിമാൻ അനേക അനർത്ഥങ്ങൾ വരാം, സംഭവിക്കാം. എന്നാൽ യഹോവയായ ദൈവം നമ്മുടെ മധ്യമുണ്ട്. അതൊക്കെ വിട്ടുവീഴ്പാനായ ദൈവം ശക്തനാണ്. താഴെയുള്ള വാക്യത്തെ ശ്രദ്ധിക്കേണ്ടതാണ്. ദുഷ്ടനെ ഒരനർത്ഥം സംഭവിക്കും. ഒരേ ഒരെണ്ണം. അതോടുകൂടി അത് പണി കഴിയും. അതോടുകൂടി അവർ പണി കഴിയും. പിന്നെ നമ്മൾ അവരെ കാണുവാനായിട്ട് കഴിയുകയില്ല എന്നതാണ്. പിന്നെ നമ്മൾ അവിടേക്ക് പോയാൽ ഒന്നും കാണില്ല, ഓർത്ത് കാണാനായിട്ട് സാധിക്കും. എന്നാൽ നീതിമാൻ പിന്നെയും ഉയർത്തെഴുന്നേറ്റ് വരുന്നത്. നീതിമാൻ 7 പ്രാവശ്യം വീണാലും പിന്നെയും എഴുന്നേൽക്കും. ദൈവത്തിന്റെ സഹായത്താൽ സ്തോത്രം. എന്റെ ദൈവത്തിന്റെ സഹായത്താൽ ദാവീദ് പറയുന്നു, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. അല്ലെ, എന്റെ ദൈവത്തിന്റെ സഹായം നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും. സ്തോത്രം. ദൈവത്തിന്റെ സഹായത്താൽ നമുക്ക് സ്തോത്രം. പൗലോസ് പറയുമ്പോൾ എന്നെ ശക്തനാക്കുന്നത് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ എത്ര ശ്രേഷ്ഠകരമാണ് അല്ലെ. സ്തോത്രം. കാര്യങ്ങളൊക്കെ ദൈവം അതിശയമായിട്ട് നടത്തുന്നതാണ്. റോബർട്ട് സർ സാക്ഷി പറഞ്ഞപ്പോൾ പരിപൂർണ സൗഖ്യം ദൈവം കൊടുത്തത് കേൾക്കാനായിട്ട് സ്തോത്രം. നന്ദി പറയാം. ആ കുടുംബത്തെ വായിച്ച് നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. സ്തോത്രം. ഇന്നലെ സുബിൻ പുതിയതായിട്ട് തുടങ്ങുന്ന കടയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് മത്തനും അതുപോലെ ജോസും അതിനുമായിട്ട് കടന്നു പോകാനായിട്ട് ഇടവന്നു. അവിടെ മക്കളവിടെ 2 പേര് ചേർന്ന് സുബിനും സെബിനും ചേർന്ന് ബിസിനസ് ആരംഭിക്കുകയാണ്. ദൈവങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതാണ്. എല്ലാ നിലയിലും അവരെ അനുഗ്രഹിക്കേണ്ടതിനായിട്ട് നമുക്ക് വീണ്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മാത്രമല്ല നമ്മളവിടെ ചെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടുള്ള വന്നപ്പോൾ അടുത്ത കടയിലെ ഒരു ആർസിക്കാരാണ്. അവരത് കാണുവാനായിട്ടുള്ള അവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയാനായിട്ടുള്ളത്. ഞങ്ങൾ എല്ലാവരും അവിടെ അതുപോലെ സെബിനും ഒക്കെ കടന്നു വന്ന് അവിടെ പോയി ശക്തമായിട്ട് 125-ാം സങ്കീർത്തനം വായിച്ചു. യഹോവയെ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാണ്. സ്തോത്രം.
യഹോവയെ ആശ്രയിക്കുന്നവര് ഹല്ലേലൂയ ഭാഗ്യമാണ്. അതിൽ യഹോവയിൽ ആശ്രയിക്കുന്നവർക്ക് കുലുങ്ങാതെ നിൽക്കുവാൻ കഴിയും. എന്ത് തന്നെ പ്രതിസന്ധി വന്നാലും, പ്രയാസങ്ങൾ വന്നാലും, പ്രശ്നങ്ങൾ കടന്നു വന്നാലും കുലുങ്ങാതെ നിൽക്കണമെങ്കിൽ എന്ത് വേണം? ദൈവത്തിലുള്ള ആശ്രയമാണ്. നമ്മുടെ ആശ്രയം എവിടെയാണ്? സ്തോത്രം. അതിനെ ആശ്രയിച്ചിട്ടാണ് നമ്മുടെ നിലനിൽപ്പും. അത് തന്നെയാണ് സ്തോത്രം. നാം ദൈവത്തിൽ ആശ്രയിക്കണമെങ്കിൽ കുലുങ്ങേണ്ട ആവശ്യമില്ല. എന്ത് തന്നെ വരട്ടെ, പ്രശ്നങ്ങൾ വരട്ടെ, ഒടുവിൽ എന്താ വരുന്നത്? ഒടുവിൽ എന്താ വരുന്നത്? മരണം. അല്ലെ? അതിലപ്പുറം വരാനില്ലല്ലോ. സ്തോത്രം. മരണത്തെ ജയിച്ചവനായ കർത്താവ് നമ്മൾ കൂടെ